ഒരു സയൻറ്റിസ്റ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പഠിക്കുന്നതാണ് നല്ലത്? നമ്മുടെ ചുറ്റുമുള്ള കോളേജസ് എല്ലാം BSc MSc പ്രോഗ്രാംസ് എല്ലാം ഉണ്ട്. എന്നാൽ അതിനേക്കാളും ടോപ്പ് കോളേജുകൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് ഇന്ത്യയിൽ ഒട്ടനേകമുണ്ട്. അതിൽ 2 ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ പരിചയപ്പെടേണ്ടത്. എസ്പെഷ്യലി നമുക്ക് സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്പർ 1 ഈസ് IISc ബാംഗ്ലൂർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ. NIRF റാങ്കിങ് പ്രകാരം ഇന്ത്യയിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് IISc ബാംഗ്ലൂർ എന്നുള്ളത്. അതേപോലെ തന്നെ UK ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ റാങ്കിങ്ങിൽ വന്ന ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് IISc എന്നുള്ളത്. IISc ഇപ്പോൾ BSc റിസർച്ച് പ്രോഗ്രാംസ് 4 ഇയർ റിസർച്ച് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഫിസിക്സ്, ബയോളജി, മാത്തമാറ്റിക്സ്, മെറ്റീരിയൽസ്, കെമിസ്ട്രി, എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസസ് ഈ സബ്ജക്ട്സിലാണ് ഈ 4 ഇയർ റിസർച്ച് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണ് IIScയിലോട്ട് അഡ്മിഷൻ കിട്ടുക? 2 രീതിയിൽ അഡ്മിഷൻ കിട്ടാം. ഒന്ന് JEE മെയിൻസ് ആൻഡ് അഡ്വാൻസ്ഡ് എഴുതി നമുക്ക് IIScയിലോട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. രണ്ടാമത്തേത് IAT അഥവാ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയിട്ടാണ് നമ്മൾ അഡ്മിഷൻ നേടേണ്ടത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് JEE മെയിൻസ് അഡ്വാൻസ് നമുക്കറിയാം, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആണ് പഠിക്കേണ്ടത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ കുറിച്ച് അടുത്ത സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പറഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി വിശദീകരിക്കാം. രണ്ടാമത്തെ സെറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുള്ളത് ഐസേഴ്സ് ആണ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇന്ത്യയിൽ ഡിഫറെൻറ്റ് ഐസേഴ്സ് ഉണ്ട്. ഭോപ്പാൽ, തിരുവനന്തപുരം, കൊൽക്കത്ത, പൂനെ, മൊഹാലി, ബ്രഹ്മപൂർ ആൻഡ് തിരുപ്പതി. ഈ ഐസറുകളാണ് ഈ ഐസറുകളാണ് ഇന്ത്യയിലുള്ളത്. സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന് വേണ്ടി സ്പെഷ്യലായിട്ട് സ്ഥാപിതമായിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് ഐസേഴ്സ് എന്നുള്ളത്. ഐസേഴ്സ് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ എർത്ത് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസിലെല്ലാം 5 ഇയർ ഇൻ്റഗ്രേറ്റഡ് MS പ്രോഗ്രാംസ്, 5 ഇയർ BSMS പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് PhDക്കോ മറ്റൊക്കെ ആയിട്ട് ഇന്ത്യയിലോ പുറത്തൊക്കെ ജോയിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ ഐസറിലോട്ട് നമുക്ക് അഡ്മിഷൻ നേടണമെന്നുണ്ടെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് എഴുതേണ്ടത്. ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്നുള്ളത് അതിൽ 4 സബ്ജക്ട്സ് ഉണ്ട്: ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി. ഒരു പക്ഷേ ഇന്ത്യയിൽ 4 സബ്ജക്ട്സും ഒരു എക്സാമിന് ചോദിക്കുന്ന ഏക എക്സാം ആയിരിക്കാം ഐസർ എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റ് എക്സാംസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആക്ച്വലി കമ്പ്യൂട്ടർ സയൻസ് മാത്സ് കോമ്പിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബുദ്ധിമുട്ടായിരിക്കും. ബയോ മാത്ത് കോമ്പിനേഷനാണ് എടുക്കേണ്ടത്. എല്ലാ സബ്ജക്ട്സിനും ഈക്വൽ വെയിറ്റേജ് ആണ്, 25% വെയിറ്റേജിലാണ് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സയൻറ്റിസ്റ്റ് ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ IISc ആണ് ഫസ്റ്റ് ഓപ്ഷൻ, പിന്നീട് ഐസേഴ്സ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങളുടെ മക്കൾ സയൻസിലും മാത്സിലും മിടുക്കരാണോ? അവർ IITസിലും എയിംസിലും ജിപ്മറിലും IIScയിലും ഐസറിലും എല്ലാം പോയി പഠിക്കണം എന്ന് സ്വപ്നം കാണുന്നുണ്ടോ? എങ്കിൽ 6 മുതൽ 10 വരെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ട് X&Y ലേണിംഗ് ഒരു എക്സ്ക്ലൂസീവ് ഫൗണ്ടേഷൻ പ്രോഗ്രാം ഒരുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 11th സ്റ്റാൻഡേർഡ് വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈൻ JEE പ്രോഗ്രാമും. ക്ലാസ്സുകൾ എടുക്കുന്നത് IITiansഉം ഡോക്ടേഴ്സും NITiansഉം അടങ്ങുന്ന ഒരു അടിപൊളി ടീമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ലിങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ കരിയർ കണക്റ്റിൻ്റെ അടുത്ത എപ്പിസോഡുകളിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ ഞങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ X&Y കരിയർ കണക്ട് കമ്മ്യൂണിറ്റിയിൽ അംഗമാവുക. ലിങ്ക് താഴെ നൽകുന്നുണ്ട്.